മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി റിട്ടയർഡ് ജസ്റ്റിസ് മണികുമാറിനെ നിയമിച്ചു. സർക്കാർ ശുപാർശയിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തിയെങ്കിലും ഗവർണർ അംഗീകരിക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് എം കെ വിനോദ ചേർന്നുണ്ട്. വിനോദ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും നമുക്കറിയാം, മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി റിട്ടയർഡ് ജസ്റ്റിസ് മണികുമാറിന്റെ പേര് ഗവർണർ അംഗീകരിക്കുകയായിരുന്നു. കാരണം ഗവർണറാണ് ഇതിൽ ഒപ്പിടേണ്ടത്. ഈ റിട്ടയർഡ് ജസ്റ്റിസ് മണികുമാറിനെ മനുഷ്യാവകാശ ചെയർമാനായി അംഗീകരിച്ചുകൊണ്ടുള്ള നിർദ്ദേശം ഗവർണർക്ക് സമർപ്പിച്ചെങ്കിലും ഈ നിർദ്ദേശത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. കാരണം മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ അടങ്ങുന്ന സമിതിയാണ്. ആ സമിതിയിൽ പ്രതിപക്ഷ നേതാവ് വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. കാരണം ഇദ്ദേഹം ഹൈക്കോടതി ജസ്റ്റിസായിരിക്കുമ്പോൾ, ചീഫ് ജസ്റ്റിസായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ യാത്രയപ്പ് ചടങ്ങ് ഔദ്യോഗികമായി സംഘടിപ്പിക്കുകയും മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും കോടതിയിൽ അത്തരത്തിൽ ജസ്റ്റിസുമാർ വിരമിക്കുമ്പോൾ അത്തരം ചടങ്ങുകളിൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോ പങ്കെടുക്കാറില്ല. പക്ഷെ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഇദ്ദേഹത്തിന്റെ യാത്രയപ്പ് ചടങ്ങിൽ പങ്കെടുത്തത് ചട്ടലംഘനമാണ്, അത് അദ്ദേഹത്തിനോടുള്ള ഒരു മമത കൊണ്ടാണ് എന്നുള്ള നിലയിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് റിട്ടയർഡ് ജസ്റ്റിസ് മണികുമാറിനെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാക്കുന്നതിൽ തങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഈ വിയോജിപ്പ് രാജ്ഭവനെയും അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഗവർണർ സർക്കാരിന്റെ ശുപാർശ അംഗീകരിച്ചിരിക്കുന്നു. അതായത് റിട്ടയർഡ് ജസ്റ്റിസ് മണികുമാർ ആയിരിക്കും സംസ്ഥാനത്തിന്റെ പുതിയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി ഇനി നിയോഗിക്കപ്പെടുക എന്നുള്ള വാർത്തയാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. വിഷ്ണു, വ്യക്തമാണ്. വിനോദാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.